ഒരു പാറ, ഒരു പർവ്വതം, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം. ഇന്ത്യയിലെ എല്ലോറ കേവ്സ് മനുഷ്യരിൽ ഇന്നും ചിന്തിപ്പിക്കുന്ന ഒരു അത്ഭുതം അവിടെ നിലകൊള്ളുന്നു. കൈലാസനാഥ ടെമ്പിൾ ഒരു ക്ഷേത്രം മാത്രമല്ല അത്. പക്ഷേ ഇത് നിർമ്മിച്ചതല്ല, ഇതൊരു പാറയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതെ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊരു തെറ്റുപോലുമില്ലാതെ ഉണ്ടാക്കിയെടുത്ത ഒന്ന്, ഒരു മഹത്തായ ക്ഷേത്രം. ഇതെങ്ങനെ സാധിച്ചു? ആരാണിത് നിർമ്മിച്ചത്? എന്തുകൊണ്ടാണ് ഇതിൻ്റെ രഹസ്യം ഇന്നും പൂർത്തിയാകാതെ ഇരിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിന്നോട്ട് യാത്ര ചെയ്യുന്നു. ചരിത്രത്തിൻ്റെ നിഗൂഢതകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ചരിത്രത്തിൻ്റെ നിഗൂഢതകളിലേക്ക്, സത്യത്തിലേക്ക് നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലാം. 8-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു രാജവംശം, രാഷ്ട്രകൂട രാജവംശം. ഈ രാജവംശത്തിലെ ഒരു രാജാവ്, കൃഷ്ണ ഒന്നാമൻ, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിലെ കൈലാസം സൃഷ്ടിക്കാൻ സമയമായി. കൈലാസം എന്നത് ശിവന്റെ വാസസ്ഥലമാണ്. അതിൻ്റെ പ്രതിരൂപം പോലെ ഒരു ക്ഷേത്രം നിർമ്മിക്കുക, അതാണ് കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ തുടക്കം. പക്ഷേ ചരിത്രത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത്ര വലിയ ഒരു നിർമ്മാണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ആരൊക്കെയാണ് ഇത് പണിയാനായി പ്രയത്നിച്ചുവെന്ന് പറഞ്ഞിട്ടില്ല. എത്ര വർഷം ഇതിനായി ചിലവഴിച്ചുവെന്നും പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ഈ ക്ഷേത്രത്തെ മിസ്റ്ററിയാക്കി മാറ്റുന്നത്. നിങ്ങൾ ചിന്തിക്കൂ, ഒരു വലിയ പാറ, അതിനെ തകർക്കാതെ അതിൽ നിന്ന് ഒരു ക്ഷേത്രം ഉണ്ടാക്കണം. ഇത് എങ്ങനെ? ടോപ്പ് ഡൗൺ കെർവിംഗ്, അതായത് മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് കുത്തുന്നു. കണക്കുകൾ പറയുന്നത് ഏകദേശം 2 ലക്ഷം ടൺ പാറകൾ നീക്കം ചെയ്തു എന്നാണ്. കൂടാതെ ഇന്നത്തെ കാലത്തതുപോലെ ഇതൊരു വലിയ പ്രൊജക്റ്റാണ്. പക്ഷേ അവർ ഇത് 1200 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ ചെയ്തു? ഇതിനൊരു പിഴവുണ്ടായാൽ മുഴുവൻ സ്ട്രക്ചറും നശിക്കും. എന്നാൽ ഇവിടെ ഒരു ചെറിയ പിഴവ് പോലും കാണുന്നുമില്ല. ഇതെങ്ങനെ സാധിച്ചു? ഇവിടെ നിന്നുമാണ് ഇതിൻ്റെ നിഗൂഢതകൾ ആരംഭിക്കുന്നത്. ചിലർ പറയുന്നു ഇത് മനുഷ്യർ നിർമ്മിച്ചതല്ല, ഇത് ഏലിയൻ ടെക്നോളജി ആണെന്നാണ്. ഇന്ന് പോലും മിഷൻസിന് ഇത് വളരെ പ്രയാസമായ ഒരു പ്രൊജക്റ്റാണ്. അതിനാൽ തന്നെ അന്നത്തെ മനുഷ്യർക്കിത് അസാധ്യമാണ്. പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് കാണുമ്പോൾ ഇത് മനുഷ്യൻ്റെ കഴിവിൻ്റെ പരമാവധിയായിട്ടാണ്. ശാസ്ത്രം പറയുന്നത് ഇത് ആയിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്ന് വർഷങ്ങളോളം ചെയ്ത ഒരു ജോലിയായിട്ടാണ്. കൃത്യമായ പ്ലാനിംഗ്, ജോമെട്രി, ഡെഡിക്കേഷൻ എന്നിവയെല്ലാം ചേർന്നതിൻ്റെ ആകത്തുകയാണെന്ന് ഇന്ന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മോണോലിറ്റിക് ടെമ്പിൾ. ഇന്നും ഇത് എഞ്ചിനീയേഴ്സ് പഠിക്കുന്നു. കാരണം ഇതൊരു എഞ്ചിനീയറിംഗ് വണ്ടർ ആയതിനാൽ തന്നെ. 1200 വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആയിരങ്ങൾ ചേർന്ന് ഒരു പർവ്വതം തന്നെ മാറ്റിമറിച്ചു. ഇന്ന് നാം അത് നോക്കി അത്ഭുതപ്പെടുന്നു. എന്നാൽ ചോദ്യം ഇന്നും അതുതന്നെ. ഇത് മനുഷ്യരുടെ കഴിവാണോ? അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയ ഒരു രഹസ്യമാണോ? അല്ലെങ്കിൽ നിഗൂഢതയാണോ? വിശ്വാസം എല്ലാം ഇവിടെ ഒത്തുചേരുന്നു. കൈലാസനാഥ ടെമ്പിൾ ഒരു ക്ഷേത്രം അല്ല, ഒരു ചോദ്യം. ഇനി നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? കമൻറ്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.